ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238355070. ഇടക്കൊച്ചിയിൽ മത്സ്യ സംസ്കരണശാലയിൽ നിന്ന് മലിനജലം പുറത്തേക്കൊഴുക്കിയതായി പരാതി. ഇടക്കൊച്ചിയിൽ മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്ന് കറുത്ത് കുറുകിയ ദുർഗന്ധത്തോടെ മലിനവെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നതായി പരാതി. ഇതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. ഇടക്കൊച്ചി കാതികൻ പ്രഭാകരൻ ബസ് സ്റ്റോപ്പിന് മുൻവശമുള്ള മത്സ്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്നാണ് കഴിഞ്ഞ ഒരാഴ്ചയായി പരിസരത്തെ വീട്ടുമുറ്റത്തേക്ക് മലിനജലം ഒഴുകിയെത്തുന്നത് എന്നാണ് പരാതി. മലിനജലം തടയാൻ നടപടി വേണമെന്ന് കമ്പനിയുടമയോട് പലതവണ പറഞ്ഞിട്ടും നടപടിയില്ലാതായതോടെ പ്രദേശവാസികൾ നഗരസഭ ഹെൽത്ത് വിഭാഗത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഹെൽത്ത് വിഭാഗം വന്ന് പരിശോധന നടത്തി തിരിച്ചുപോയതല്ലാതെ നടപടിയൊന്നുമായിട്ടില്ലെന്ന് ആനമൂട്ടി വീട്ടിൽ കിഷോറും ഭാര്യ രമയും പറയുന്നു. ഭക്ഷണം കഴിക്കുവാൻ പോലും പറ്റാത്തത്ര ദുർഗന്ധമാണ്. ഒഴുകിയെത്തുന്ന വെള്ളത്തിനെന്ന് വീട്ടുകാർ പറയുന്നു. രാത്രി ഉറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. ഒഴുകിയെത്തുന്ന മലിനജലത്തിന് മുകളിലായി വീട്ടുകാർ മണ്ണ് നിരത്തിയെങ്കിലും കൂടുതൽ വെള്ളം എത്തുന്നതോടെ മുറ്റമാകെ വീണ്ടും മലിനജലം നിറയുന്ന അവസ്ഥയിലാണ്. ഈ മലിനജലമെല്ലാം ഒഴുകിയെത്തുന്നത് കമ്പനിയോട് ചേർന്ന് നിൽക്കുന്ന ഇടക്കൊച്ചി കായലിലേക്കാണ്. സമീപം മത്സ്യത്തൊഴിലാളികൾ വള്ളം കരക്കടിപ്പിക്കുന്നതിന് ഫിഷ് ലാൻഡിംഗ് സെന്ററുമുണ്ട്. രൂക്ഷമായ ദുർഗന്ധം മൂലം ഇവരും ദുരിതം അനുഭവിക്കുകയാണെന്നാണ് പരാതി. ദുർഗന്ധം രൂക്ഷമായതാണ് പ്രദേശത്തെ വീട്ടുകാർ ചേർന്ന് കമ്പനി പരിശോധിച്ചപ്പോൾ മലിനമായ വെള്ളം കമ്പനിക്കുള്ളിൽ കെട്ടി നിൽക്കുകയാണെന്ന് നാട്ടുകാർ പരാതി പറയുന്നു. അധികൃതർ നടപടിയെടുത്തില്ലെങ്കിൽ കമ്പനിക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, ഇടക്കൊച്ചി.